ഹേ ഗൈസ്, അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ കേട്ടോ. സെൽഫ് ഗിഫ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പോകുന്നത് STCയിലേക്കാണ് കേട്ടോ. ഗൈസ്, ആദ്യം തന്നെ ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചത് എന്തെങ്കിലും ഒരു സ്കിൻ കെയർ മേടിക്കാം എന്നാണ് കേട്ടോ. പുതിയ സ്റ്റോർ ആയതുകൊണ്ട് ഞാനിങ്ങനെ ഓടി നടന്ന് തപ്പോട്ടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ. പക്ഷെ എൻ്റെ കൂടെ ഉള്ള ഒരാൾക്ക് ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു വീഗാലാൻഡിന്റെ ഒക്കെ വണ്ടർലയിൽ പോയിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു ക്ലോറിന്റെ മണം പോലത്തെ ശരിയാ ഗൈസ്, എനിക്കിത് കാർ സ്പ്രേന്റെ ഒക്കെ ഒരു സ്മെല്ല്, കാറിലിടുന്ന സാധനത്തിന് സ്മെല്ല് ഓർമ്മ വരും. അങ്ങനെ ഗൈസ്, ഞാൻ ഈ ഒരു സാധനം എടുത്തു. ഇതൊരു മോയ്സ്ചറൈസർ പോലെയാണ് കേട്ടോ. ഫേസിലെ പിഗ്മെന്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ഷോപ്പ് ചെയ്യാറ് ഇതുപോലെ തുണി മേടിക്കുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന എല്ലാ ക്ലോത്തിങ്സും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഒരു ഡ്രസ്സിനോട് ഞാൻ യെസ് പറഞ്ഞിരിക്കുകയാണേ. അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു ഈ ഒരു ആക്സസറി പെയർ ചെയ്യാമെന്ന്. എന്തൊക്കെ വിട്ടുപോയെന്ന് പറഞ്ഞാലും ജോളിബി കഴിക്കാൻ ഞങ്ങൾ മറക്കാറില്ല കേട്ടോ. STC വരെ വന്നിട്ട് ജോളിബി കഴിക്കാതെ പോയാൽ അതൊരു തീരാ നഷ്ടമാവുമെന്ന് ഞങ്ങൾക്കറിയാം. ചേച്ചിന്റെ പുതിയ പട്ടീനെ കണ്ടു. നമ്മൾ ബലൂൺ നോക്കുകയാണ്. ഇത് കളർ എടുക്കുന്ന ബലൂൺ നമുക്ക് സിൽവർ ആൻഡ് ഗോൾഡൻ കിട്ടും. ഓക്കെ, സിൽവർ ആൻഡ് ഗോൾഡൻ. ഈ കളറിനോട് താല്പര്യമുണ്ടോ? വെള്ള കളറല്ലേ? അങ്ങനെ ഞങ്ങൾ കുറച്ച് പ്ലേറ്റ്സും ഗ്ലാസസും പിന്നെ കുറച്ച് ഡെക്കറേഷൻസും ഒക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിട പറഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ പോകുന്നത് നേരെ വീട്ടിലേക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അല്ല. നമ്മൾ ചിക്കൻ മേയോ അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിക്കാൻ വേണ്ടി ജിയാങ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു അടുത്തുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റിൽ, ചൈനീസ് ഗ്രോസറി സ്റ്റോറിൽ വന്നതാണ്. ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഓക്കെ, കാണാം. വെരി ഹോട്ട് ഗൈസ്, വെരി ഫോണൊക്കെ ഒന്ന് ഡെഡായപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വന്നായിരുന്നു. പക്ഷെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളത് വീട്ടിൽ ചെന്നു, ക്ലീൻ ചെയ്തു, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു. അങ്ങനെയുള്ള കുറച്ച് പ്രിപ്പും ബാർബിക്യൂ ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി. എന്നിട്ട് ഞാൻ ദേ വീട്ടിൽ വന്നിങ്ങനെ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ നിങ്ങളെ കുറച്ചുകൂടെ അവിടെ കേക്ക് മുറിക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എല്ലാവരും ഉണ്ട്. അങ്ങനെ ഗൈസ്, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞു. സമയം എത്ര മണി? ഈ സമയം 1 മണി കഴിഞ്ഞു.
ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ. അവസാനം ഫുഡൊക്കെ കഴിക്കാം എല്ലാവരും. കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ ഫുഡൊക്കെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. പക്ഷെ ഒട്ടുമിക്ക പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.